ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൂരജ്. ഞാനൊരു റീറ്റെയിൽ പ്രൊഫഷണലാണ്. ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. സോ നമ്മുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസി ഷെഡ്യൂൾ ലൈഫാണ്. ഒരു ബിസി ഷെഡ്യൂൾ ലൈഫിൽ ഇന്ന് ഞാൻ കാണിക്കാമെന്ന് അറിയാലോ, അതായത് വിശപ്പുള്ളൊരു മാനേജർ. ഓക്കെ, വിശപ്പാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് പരമായിട്ട് നമ്മൾ പല ട്രാവലുകളും കാര്യങ്ങളും ചെയ്യാറുണ്ട്, പല ഹോട്ടലുകൾ സന്ദർശിക്കാറുണ്ട്, നമ്മളെ വീട്ടിൽ തന്നെ പല കുക്കിങ്ങുകളും നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഓക്കെ, ഇന്ന് വൈഫും റീറ്റെയിൽ പ്രൊഫഷണലാണ്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ, നമ്മളിപ്പോൾ ഒരു ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ്, അധികം എന്താ പറയുക ചേരുവകളൊന്നും ചേർക്കാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ, വെരി ഷോർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ഇടാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് വാച്ച്. അധികം മസാലകളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇഞ്ചി, വെളുത്തുള്ളി, ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തിയാണ്. നമ്മൾ അധികം മസാലകളും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ നമ്മളൊരു സൂപ്പ് പോലെ നമുക്ക് ഈ സാധനം നമുക്ക് കൂട്ടി ചേർത്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, ചിക്കൻ വേവുന്നേ ഉള്ളൂ. നമുക്ക് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ ലൈറ്റായിട്ട്, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വർക്കൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 അവറിനുള്ളിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട്, പ്രോട്ടീൻ ആണെങ്കിൽ ചിക്കൻ്റെ പ്രോട്ടീൻ ഉണ്ട്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫുഡ് മെത്തേഡാണിത്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നമ്മളൊന്നും ഇതിൽ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിൽ വേണമെങ്കിൽ മസാലയും കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യാം, പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കണം. ചിക്കൻ്റെ ലെഗ് പീസാണ് നമുക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ചിക്കൻ, ഫ്രഷ് ചിക്കൻ്റെ ലെഗ് പീസാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ചിക്കനാണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ ആയതിനു ശേഷം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു 2-3 വിസിൽ നമുക്ക് അടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റെഡിയാവും. നമ്മുടെ ഫുഡായെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല ആവി പറക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു സൂപ്പ് പോലെ നമുക്കിത് സൂപ്പായിട്ട് യൂസ് ചെയ്യാം. ഇത് ദോശയുടെ കൂടെയൊക്കെ നിങ്ങൾ കഴിച്ചാറുണ്ടല്ലോ, നല്ല സൂപ്പർ സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് വിത്തൗട്ട് ഓയിൽ ഒരു ഫുഡാണ്. നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം ചിക്കനിൽ തന്നെ ഓയിലുണ്ട്. നല്ല സോഫ്റ്റ് ചിക്കനാണ്. ഓക്കെ, ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള ലഘുഭക്ഷണങ്ങളുടെ കൂടെയൊക്കെ നമുക്ക് ആഡ്